ഇനി വിളമ്പി കൊടുക്കാൻ ആരെങ്കിലും പറയണോ? ഞാൻ വിളമ്പിക്കോളാം. മോളെ, ഇവളൊക്കെ പറഞ്ഞ നീ എന്തിനാ കേൾക്കുന്നേ? ആഹാരം ഉണ്ടാക്കി വെച്ചതും പോരാ, ഇനി അത് വിളമ്പിയും തരണോ? എന്നാ പിന്നെ നീ അവക്ക് വാരി കൊടുക്ക്. തൽക്കാലം അത് വേണ്ട. പക്ഷേ വാരി തരാൻ പറഞ്ഞാ ഇവള് വാരി തരും. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അമ്മേ. പിന്നെ അമ്മ എന്തിനാ ചൂടാവുന്നേ? മോളെ, പിന്നെ ഇതൊക്കെ കണ്ടാ ചൂടാവത്തില്ലേ? പ്രതാപനും മോളുടെ മുത്തശ്ശിയൊക്കെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചതേ ഇവിടുത്തെ അടുക്കളപ്പണി ചെയ്യാനൊന്നുമല്ല. ആരും കൂടുതലൊന്നും സംസാരിക്കണ്ട. അവക്ക് കുഴപ്പമില്ല നമ്മള് പറഞ്ഞല്ലോ. പിന്നെ അമ്മയ്ക്കെന്താ? വന്നിരിക്കെ. നീ ഇരിക്കുന്നില്ലേ? ആ, വിളമ്പിയത് മതി. കരുണ ഇരിക്കും. വേണ്ട, ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് താൻ കഴിച്ചാൽ മതി. എന്തിനാടാ ഇങ്ങനെ പാടുപെടുന്നേ? പാചകം ചെയ്യുന്നവരെ വിശ്വാസം ഇല്ലെങ്കിലേ പിന്നെ അവരെ കൊണ്ട് പാചകം ചെയ്യിപ്പിക്കാതിരുന്നൂടെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പിന്നെ ചേരുവയൊക്കെ തന്റെ സംഭാവനയല്ലേ? ഇവള് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കി തുടങ്ങിയില്ലല്ലോ. ഇനി അതിലേക്ക് വരണം. നിങ്ങൾ വെറുതെ ആയിരിക്കും എനിക്ക് മാസാമാസം ശമ്പളം തരുന്നെന്ന് പറയുന്നത്. അതിന് ഇവളെ ജോലി ചെയ്യിപ്പിച്ച് മുതലാക്കിയാണോ? എടോ, എത്ര കൃത്യമായിട്ടാ അവനത് പിടിച്ചെടുത്തത്. അതേടാ, ശമ്പളത്തിന്റെ ഒരംശം മുതലാക്കാനായിട്ടാ ഇവളെ അടുക്കള കയറ്റിയേ. ഒരംശം മാത്രം. നിനക്ക് തരുന്ന ശമ്പളം മുഴുവൻ മുതലാക്കണമെങ്കിലേ കുറഞ്ഞത് 3 ജോലിക്കാരെങ്കിലും ഇവിടെ നിർത്തണം. ഇനി ഇവളുടെ പ്രസവമൊക്കെ വരുമല്ലേ, അപ്പൊ ജോലിക്കാരെ കുറെ വേണ്ടി വരുമല്ലോ. ഞങ്ങളെ ആരെയും വിശ്വാസമില്ലാതെ ഒരുത്തിയുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതല്ലേ. പ്രസവം കഴിയുന്നവരെ ഇനി ഇങ്ങോട്ടില്ലാന്നും പറഞ്ഞോണ്ട് അവൾക്ക് ഇവളെ നോക്കി നോക്കി മടുത്തു കാണും. ഇയാൾ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നേന്നുമല്ല. ഉടനെ തന്നെ ലേഖയുടെ അടുത്തേക്ക് പോവും. ദേ, ഇവളെ വീട്ടുകാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് നീ എന്തടി കഴിക്കാത്തത്? നീ ഉണ്ടാക്കിയ ഫുഡിന് ടേസ്റ്റ് ഉണ്ടോന്ന് നിനക്കറിയണ്ടേ? ഞാൻ കഴിച്ചോളാം. ആഹാരത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത പ്രകൃതമാണല്ലോ, അതുകൊണ്ട് കഴിച്ചോളും. മോനെ ഉണ്ണി, എന്താടാ മോനെ കരുണയ്ക്ക് പറ്റിയത്? എന്താ അമ്മേ? അവൾ എന്തിനാടാ എല്ലാവർക്കും ഇങ്ങനെ വെച്ച് വിളമ്പുന്നേ? ഞാൻ അടുക്കളയിൽ കേറാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. അവളുടെ അച്ഛനെ ബാധിച്ച ബാധയുണ്ടല്ലോ, അത് അവളുടെ അച്ഛന്റെ ദേഹത്ത് വിട്ടൊഴിഞ്ഞു പോയപ്പോ അവളുടെ ദേഹത്ത് കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ, അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിലേ അടുക്കളയുടെ മണമേ ഇഷ്ടമല്ലാത്ത കൊച്ചാ അത്. നമ്മൾ അറിയാത്തതായി ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടമ്മേ. മഹാലക്ഷ്മി പറയുന്നത് അവൾ ഇന്ന് വരെ കേട്ടിട്ടില്ല. അങ്ങനെയുള്ളവളാ അവള് പറയുന്നതൊക്കെ അതേപടി അനുസരിക്കുന്നത്. ഇനി കരുണയ്ക്കേ മഹാലക്ഷ്മി എന്തെങ്കിലും കൈവശം കൊടുത്തു കാണൂ? കൈവശം കൊടുത്തോ കാൽവശം കൊടുത്തോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കരുണ ഇപ്പൊ എന്തിനൊക്കെ ഭയക്കുന്നുണ്ട്.